PSC എക്സ്പേർട്ടിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്ററാണ്. വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വന്നത് ഈ ചാപ്റ്ററിൽ നിന്നാണ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. മൂന്നാം എസ്റ്റേറ്റിൻ്റെ പ്രതിനിധികൾ 3 സഭകളും ഒരുമിച്ച് സമ്മേളിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആദ്യത്തെ 2 സഭകളും ഇതിനോട് അനുകൂലിച്ചില്ല. ഇതേ തുടർന്ന് 1789 ജൂൺ 17-ാം തീയതി മൂന്നാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിൻ്റെ യഥാർത്ഥ ജനപ്രതിനിധികൾ എന്ന് പ്രഖ്യാപിക്കുകയും തങ്ങളുടെ സഭയെ ഫ്രഞ്ച് ദേശീയ സഭ എന്ന് വിളിക്കുകയും ചെയ്തു. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഉപരിസഭകളുടെ പിന്തുണയോടെ ലൂയി 16 ഈ സഭ സമ്മേളിച്ചിരുന്ന ഹാൾ അടച്ചിടുകയും പട്ടാളക്കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. ജൂൺ 20 ഴാങ് സിൽവിയൻ ബൈലി, അബ്ബേ സിയസ്, മിറാബോ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ടെന്നീസ് കോർട്ടിൽ മൂന്നാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ സമ്മേളിച്ചു. ഒരു വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടാകുന്നതുവരെ തങ്ങൾ പിരിഞ്ഞു പോവില്ലെന്നവർ പ്രഖ്യാപിച്ചു. ഇത് പിൽക്കാലത്ത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെട്ടു. ഈ സംഭവമാണ് പാഠഭാഗത്തിൻ്റെ ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ആ ഏരിയ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബാസ്റ്റിലിൻ്റെ പതനവും വിപ്ലവവും ആരംഭവും ആണ്. ബാസ്റ്റിലിൻ്റെ പതനവും വിപ്ലവവും ആരംഭവും. ലൂയി 16 രാജാവ് തൻ്റെ ഉപദേഷ്ടാവായിരുന്ന നെക്കറെ സ്ഥാനഭ്രഷ്ടനാക്കുകയും പാരീസ് വിട്ടുപോകാൻ ആജ്ഞാപിക്കുകയും ചെയ്തു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. പ്രകോപിതരായ ജനക്കൂട്ടം പാരീസ് നഗരത്തിലെ ധാന്യ സംഭരണശാലകൾ, റൊട്ടിക്കടകളും കയ്യേറി. ആയുധങ്ങൾ സംഭരിച്ച അവർ 1789 ജൂലൈ 14-ാം തീയതി ബൂർബൻ സ്വേച്ഛാധിപത്യത്തിൻ്റെ പ്രതീകമായിരുന്ന പാരീസിലെ ബാസ്റ്റിൽ കോട്ട തകർക്കുകയും മണിക്കൂറുകൾക്കകം പാരീസ് നഗരം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. ബാസ്റ്റിൽ കോട്ട തകർത്ത ഡേറ്റ് 1789 ജൂലൈ 14. ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ച ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നു. ഫ്രാൻസിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലും ആക്രമങ്ങൾ അരങ്ങേറി. നികുതി പിരിവുകാരും ജനങ്ങളുടെ കോപത്തിനിരയായി. ജനരോഷം ഭയന്ന് ലൂയി 16 ദേശീയ സഭ പാസാക്കിയ നിയമങ്ങൾക്ക് അംഗീകാരം നൽകി. ദേശീയ സഭ നിയമനിർമ്മാണം വഴി നടപ്പിലാക്കിയ ചില പരിഷ്കാരങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അടിമത്തം നിർത്തലാക്കി. പ്രഭുക്കളുടെ പ്രത്യേക അധികാരങ്ങൾ എടുത്തുകളഞ്ഞു. ജനങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് നൽകേണ്ടിയിരുന്ന കരം നിർത്തലാക്കി. അധികമായി ചുമത്തിയിരുന്ന നികുതികൾ റദ്ദാക്കി. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്ത്രീകളും ഫ്രഞ്ച് സമൂഹവും എന്ന ഭാഗമാണ്. സ്ത്രീകളും ഫ്രഞ്ച് വിപ്ലവവും. ഭക്ഷ്യക്ഷാമവും ദേശീയ സഭയോട് സഹകരിക്കാത്ത ലൂയി 16 നയങ്ങളും സ്ത്രീകളെ പ്രക്ഷോഭത്തിനിറങ്ങാൻ പ്രേരിപ്പിച്ചു. ആയിരക്കണക്കിന് സ്ത്രീകൾ ചൂൽ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാമഗ്രികളും വാൾ, കുന്തം, തോക്ക് എന്നിവയും കയ്യിലേന്തി ബൂർബൻ രാജാക്കന്മാരുടെ വസതിയായ പാരീസിലെ വേഴ്സായ് കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്തു. അവരോടൊപ്പം വലിയൊരു ജനക്കൂട്ടവും ഉണ്ടായിരുന്നു. രാജാവിനെയും കുടുംബത്തെയും അവർ നിർബന്ധപൂർവം പാരീസിലേക്ക് കൊണ്ടുവന്നു. ഗത്യന്തരമില്ലാതെ ദേശീയ സഭയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാമെന്ന് ലൂയി 16 ഉറപ്പുകൊടുത്തു. ഫ്രാൻസിലെ പ്രശസ്ത നാടകകൃത്തും പൊതുപ്രവർത്തകനുമായിരുന്ന ഒളിമ്പ് ദേ ഗൂഷ് വിപ്ലവകാലത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ച ഉറച്ച സ്ത്രീ ശബ്ദമായിരുന്നു. സ്ത്രീയുടെയും സ്ത്രീ പൗരരുടെയും അവകാശ പ്രഖ്യാപനം എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ പുരുഷന്മാർക്ക് ലഭിച്ച അവകാശങ്ങൾ സ്ത്രീകൾക്കും ലഭിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അധികാരവും അവകാശങ്ങളുമുള്ള സാമൂഹിക ഘടനയ്ക്ക് വേണ്ടി അവർ നിലകൊണ്ടു. സ്ത്രീ സമത്വത്തിനു വേണ്ടി വാദിച്ച മറ്റൊരു വനിതയായിരുന്നു മാഡം ഴാങ് റോളണ്ട്. സ്ത്രീകളുടെ ഈ അവകാശ സമരത്തിന് ചില നേട്ടങ്ങളുണ്ടായി. സ്വത്തിന്മേലുള്ള അവകാശം, വിവാഹമോചനം നേടുന്നതിനുള്ള അവകാശം എന്നിവ അവയിൽ ചിലതാണ്. വസ്ത്രം
പ്രതിഷേധത്തിൻ്റെ പ്രതീകമായിരുന്നു? നമുക്ക് നോക്കാം. സാൻസ്കുലോട്ട് ദമ്പതികളും ഫ്രീജിയൻ തൊപ്പിയുമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഫ്രാൻസിലെ ഉന്നത കുലജാതർ പരമ്പരാഗതമായി ധരിച്ചിരുന്നത് കാൽമുട്ടു വരെ ഇറക്കമുള്ള ബ്രീച്ചുകൾ എന്നറിയപ്പെട്ട ഒരു തരം പാൻസ് ആയിരുന്നു. ഉന്നത കുലജാതരോടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തൊഴിലാളികളും കർഷകരും കാൽപാദം വരെ എത്തുന്ന പാൻറ്റലോൺ എന്നറിയപ്പെടുന്ന നീളൻ ട്രൗസറുകൾ ധരിക്കാൻ തുടങ്ങി. ഇവർ സാൻസ്കുലോട്ടുകൾ എന്നറിയപ്പെട്ടു. വിപ്ലവാനുകൂലികളുടെ പ്രതീകമായി പാൻറ്റലോൺ മാറി. കൂടുതൽ ആളുകൾ പാൻറ്റലോൺ ധരിക്കാൻ തുടങ്ങി. വിപ്ലവം ജനകീയമായി മാറി. ഫ്രീജിയൻ തൊപ്പിയും വിപ്ലവത്തിൻ്റെ പ്രതീകമായിരുന്നു. അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവർ എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തൊഴിലാളികൾ ചുവപ്പു നിറമുള്ള ഫ്രീജിയൻ തൊപ്പി ധരിച്ചത്. പുതിയ ഭരണഘടന സ്വതന്ത്രവും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമായിട്ടാണ് മനുഷ്യർ ജനിക്കുന്നതും ജീവിക്കുന്നതും. ദേശീയ സഭ ഫ്രാൻസിനായി തയ്യാറാക്കിയ ഭരണഘടനയുടെ ആമുഖത്തിൽ നൽകിയിട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഈ ഭരണഘടനയുടെ ആമുഖത്തിലുള്ള ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു പ്രധാന ഫലമാണ്. 1789 നടന്ന ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ്? സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ്. എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിൽ ഉൾക്കൊള്ളുന്നത്. സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ. ഫ്രഞ്ച് ദേശീയ സഭ ഫ്രാൻസിൻ്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. രാജ്യത്താകമാനം ഏകീകൃത ഭരണഘടന നടപ്പിലാക്കി. അസൈ നാറ്റ് എന്ന പേരിൽ പുതിയ കടലാസ് കറൻസി പുറത്തിറക്കി. മതമേധാവികളുടെ നിയന്ത്രണത്തിലായിരുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടി. പൂർണ്ണമായ മതസഹിഷ്ണുത പ്രഖ്യാപിച്ചു. പുരോഹിതർ ഗവൺമെൻറ്റിൻ്റെ ശമ്പളം പറ്റുന്നവരായി മാറി. എന്താണ് അസൈനാറ്റ്? അസൈനാറ്റ് എന്ന് പറയുന്നത് 1789 ഫ്രാൻസിൽ പുറത്തിറക്കിയ പേപ്പർ കറൻസി ആയിരുന്നു അസൈനാറ്റ്. ഫ്രഞ്ച് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനും ദേശീയ കടം വീട്ടാനുമുള്ള ബോണ്ടും പണവുമായി ഇതിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. കാലക്രമേണ ഗവൺമെൻറ് അതിൻ്റെ ചെലവുകൾ വഹിക്കുന്നതിനായി അമിതമായ അളവിൽ അസൈനാറ്റ് അടിച്ചിറക്കാൻ തുടങ്ങി. ഇത് വൻതോതിലുള്ള പണപ്പെരുപ്പത്തിനും കറൻസിയുടെ ദ്രുതഗതിയിലുള്ള മൂല്യത്തകർച്ചയ്ക്കും കാരണമായപ്പോൾ 1796 ആയപ്പോഴേക്കും അസൈനാറ്റിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടു. ഓക്കെ, ഒരു പേപ്പർ കറൻസി ആയിരുന്നു അസൈനാറ്റ്. അത് ഓർത്ത് വെക്കുക. ഭീകരവാഴ്ചയും സെപ്റ്റംബർ കൂട്ടക്കൊലയും. 1792 ദേശീയസഭയുടെ സ്ഥാനത്ത് നാഷണൽ കൺവെൻഷൻ എന്ന പുതിയ ഭരണസമിതി നിലവിൽ വന്നു. നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ലൂയി 16 വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. ഒരു റിപ്പബ്ലിക്കായി മാറിയ ഫ്രാൻസിൻ്റെ ഭരണ നേതൃത്വം ജാക്കോബിനുകൾ പിടിച്ചെടുത്തു. യൂറോപ്പിലെ പ്രബല ശക്തികളായ ബ്രിട്ടനും ഓസ്ട്രിയയും റഷ്യയും ഫ്രാൻസിനെ ആക്രമിച്ചപ്പോൾ ഈ സ്ഥിതിവിശേഷം നേരിടുന്നതിനു വേണ്ടി പൊതുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിഭീകരമായ ഭരണമാണ് പാരീസിൽ അരങ്ങേറിയത്. പാരീസ് നഗരത്തിൻ്റെ ഭരണം ഡാന്റൺ, ഹെബർട്ട്, മരാട്ട്, റോബസ്പിയർ എന്നിവരുടെ കൈകളിലായിരുന്നു. പ്രഭുക്കൾ, പുരോഹിതർ, രാജാവിനെ അനുകൂലിക്കുന്നവർ എന്നിങ്ങനെ ആയിരക്കണക്കിന് ജനങ്ങളെ ദിനംപ്രതി രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തി കാരാഗൃഹത്തിലടച്ചു. ജയിലുകൾ നിറഞ്ഞപ്പോൾ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി 1500ഓളം പേരെ പാരീസിലെ തെരുവുകളിൽ വെച്ച് കൊലപ്പെടുത്തി. ഇതാണ് കുപ്രസിദ്ധമായ സെപ്റ്റംബർ കൂട്ടക്കൊല, സെപ്റ്റംബർ മസാക്രി എന്നറിയപ്പെടുന്നത്. ജനങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി നിർമ്മിച്ച പ്രത്യേക യന്ത്രമായിരുന്നു ഗില്ലറ്റിൻ.
ഭീകരവാഴ്ചയുടെ കാലത്ത് അനേകായിരങ്ങളുടെ മരണത്തിന് കാരായ റിപ്പബ്ലിക്കിൻ്റെ നേതാക്കന്മാരും പിന്നീട് ഇതേ രീതിയിൽ ഗില്ലറ്റിന് വിധേയരായി വധിക്കപ്പെട്ടു. ജാക്കോബിനുകളും ജിറോണ്ടിസ്റ്റുകളും ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക വിഭാഗമായിരുന്നു ജാക്കോബിൻ എന്നറിയപ്പെട്ട സംഘം. ജാക്കോബിൻ കോൺവെന്റിലാണ് ഇവർ ആദ്യകാലത്ത് യോഗം ചേർന്നിരുന്നത്. അതിനാൽ ഇവർ ജാക്കോബിനുകൾ എന്നറിയപ്പെട്ടു. ഈ സംഘത്തിൻ്റെ ഒരു പ്രധാന നേതാവായിരുന്നു റോബസ്പിയർ. അക്കാലത്ത് ഫ്രഞ്ച് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയവരായിരുന്നു ജാക്കോബിനുകൾ. ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുത്ത മറ്റൊരു പ്രധാന വിഭാഗമായിരുന്നു ജിറോണ്ടിസ്റ്റുകൾ. ഫ്രാൻസിൻ്റെ തെക്ക് പടിഞ്ഞാറുള്ള ജിറോണ്ട് പ്രദേശത്തു നിന്നും വന്ന ദേശീയ അസംബ്ലിയിലെ അംഗങ്ങളായിരുന്നു ഇവരിൽ ചിലർ. ജാക്കോബിനുകളിൽ നിന്ന് വ്യത്യസ്തരായി ഇവർ മിതവാദ നിലപാടുകൾ സ്വീകരിച്ചു. ഭൂവുടമകളും വ്യാപാരികളുമായ ഉന്നത വർഗക്കാരുടെ പ്രതിനിധികളായിരുന്നു ഇവർ. എന്താണ് വിപ്ലവ കലണ്ടർ? ഫ്രാൻസിൽ നിലവിലുണ്ടായിരുന്ന ഗ്രിഗോറിയൻ കലണ്ടറിന് പകരമായി 1793 ഒക്ടോബറിൽ നിലവിൽ വന്ന കലണ്ടറാണിത്. വിപ്ലവ കലണ്ടർ എന്ന പേരിൽ പ്രശസ്തമായ ഈ കലണ്ടർ തുടങ്ങുന്നത് ഫ്രാൻസ് റിപ്പബ്ലിക്കായി മാറിയ 1792 സെപ്റ്റംബർ 22-നാണ്. ഈ കലണ്ടറിൽ 7 ദിവസങ്ങളുള്ള ആഴ്ചകൾക്ക് പകരം 10 ദിവസങ്ങൾ വീതമുള്ള 3 ദശകങ്ങളായാണ് ഉണ്ടായിരുന്നത്. ഈ കലണ്ടർ പൂർണ്ണമായും ഒരു മതേതര കലണ്ടറായിരുന്നു. വിപ്ലവത്തിൻ്റെ 12-ാം വർഷം വരെ 1801 വരെ ഈ കലണ്ടറാണ് ഫ്രാൻസിൽ പ്രചാരത്തിലുണ്ടായിരുന്നത്. ഗില്ലറ്റിൻ. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് 1789-99 ആ സമയത്ത് കൂടുതൽ പേരെ പെട്ടെന്ന് ശിരച്ഛേദം ചെയ്ത് വധിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഭയാനകമായ ഉപകരണമാണ് ഗില്ലറ്റിൻ. ഈ ആശയം നിർദ്ദേശിച്ച ഡോക്ടർ ജോസഫ് ഇഗ്നാസ് ഗില്ലോട്ടിൻ്റെ പേരിലാണ് ഇതറിയപ്പെടുന്നത്. ലൂയി 16-ാമൻ രാജാവിനെയും മേരി അന്റോയിനറ്റ് രാജ്ഞിയെയും ഗില്ലറ്റിൻ ഉപയോഗിച്ചാണ് വധിച്ചത്. ഭീകരവാഴ്ചയുടെ കാലത്ത് വിപ്ലവ നേതാവായിരുന്ന റോബസ്പിയറെയും ഗില്ലറ്റിന് വിധേയമാക്കി. പുതിയ ഭരണഘടന വരുന്നു. പുതിയ ഭരണഘടന നിലവിൽ വന്നത് 1795-ലാണ്. അതിലത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് മനസ്സിലാക്കാനൊന്നുമില്ല. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഫലം ഫ്രാൻസിലെ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയാണ്. പഴയ ഭരണത്തിലുണ്ടായിരുന്ന നിയമങ്ങൾ വിപ്ലവത്തോടെ ഇല്ലാതായി. സഭയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി ഇടത്തരക്കാരുടെ കൈവശമായി തീർന്നു. പ്രഭുക്കളുടെ ഭൂമി കണ്ടുകെട്ടുകയും അവർക്കുണ്ടായിരുന്ന എല്ലാതരം ആനുകൂല്യങ്ങളും നിർത്തലാക്കുകയും ചെയ്തു. ഏകീകൃത അളവ് തൂക്ക സമ്പ്രദായം മെട്രിക് സമ്പ്രദായം നടപ്പിലാക്കിയതോടെ അളവ് തൂക്കങ്ങളിലെ കൃത്യതയില്ലായ്മ അവസാനിച്ചു. ആധുനിക ദേശീയത എന്ന ആശയം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സംഭാവനയാണ്. ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് രാജവംശത്തിലൂടെയല്ലാതെ ദേശീയ സ്വഭാവത്തിലൂടെ പ്രകടമാകാൻ തുടങ്ങിയത് ഫ്രഞ്ച് വിപ്ലവം മുതലാണ്. രാഷ്ട്രം എന്ന സങ്കല്പം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിലവിൽ വന്നതും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. ഫ്രാൻസ് എന്നത് ഒരു ഭൂപ്രദേശം മാത്രമല്ല, ഫ്രഞ്ച് ജനത ഒന്നാകെയാണ് എന്ന ആശയം ഇതോടെ പ്രഖ്യാപിക്കപ്പെട്ടു. ദേശീയതയ്ക്കൊപ്പം വളർന്ന മറ്റൊരാശയമാണ് ജനാധിപത്യ ഭരണക്രമം. ജനങ്ങളുടെ പരമാധികാരം എന്ന റൂസോയുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജനായത്ത ഭരണത്തിന് അടിത്തറയിട്ടതും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. 19-20 നൂറ്റാണ്ടുകളിൽ ഏഷ്യയിലും ആഫ്രിക്കയിലും നടന്ന ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങളെയും ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നെപ്പോളിയനാണ്. ഫ്രാൻസിൻ്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാനത് വാളുകൊണ്ടെടുത്ത് വൃത്തിയാക്കി എൻ്റെ തലയിൽ തന്നെ വെച്ചു. ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഡയറക്ടറിയെ പുറത്താക്കി അധികാരം പിടിച്ചെടുത്ത നെപ്പോളിയൻ ബൊനാപ്പാർട്ടിൻ്റെ വാക്കുകളാണിത്. നെപ്പോളിയൻ ഈ വാക്കുകളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്? അരാജകത്വത്തിലേക്ക് വഴുതി മാറിയ ഫ്രഞ്ച് സമൂഹത്തെ തൻ്റെ കരുത്തുകൊണ്ട് ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തതിനെയുമാണ് നെപ്പോളിയൻ ഈ വാക്കുകളിൽ വ്യക്തമാക്കുന്നത്. ഫ്രഞ്ച് സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറലായിരുന്നു നെപ്പോളിയൻ. ഡയറക്ടറിക്ക് പകരം 3 കോൺസൽമാർ അടങ്ങിയ ഒരു പുതിയ ഭരണ സംവിധാനം നെപ്പോളിയൻ സ്ഥാപിച്ചു. ഇതിൻ്റെ 1-ാം കോൺസൽ നെപ്പോളിയൻ തന്നെയായിരുന്നു. താമസിയാതെ നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി സ്വയം അധികാരമേറ്റു. തുടർന്ന് അദ്ദേഹം ഫ്രാൻസിൽ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്?
നിയമപരിഷ്കാരങ്ങൾ, മാറ്റങ്ങൾ. നെപ്പോളിയൻ്റെ നിയമസംഹിത ഫ്യൂഡൽ നിയമങ്ങൾ അവസാനിപ്പിക്കുകയും സമത്വവും മതസ്വാതന്ത്ര്യവും അംഗീകരിക്കുകയും ചെയ്തു. കൺകോർഡറ്റ് നെപ്പോളിയനും പോപ്പും തമ്മിലുണ്ടായ കരാറാണ്. പോപ്പുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം കത്തോലിക്ക സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചു. മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചു. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ. വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടു. ലിസേയ് എന്ന പേരിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. നെപ്പോളിയൻ സ്ഥാപിച്ച വിദ്യാലയങ്ങളായിരുന്നു ലിസേയ്. സർക്കാർ സർവീസിലേക്കും സൈന്യത്തിലേക്കും ആവശ്യമുള്ള വിദ്യാസമ്പന്നരെ സൃഷ്ടിക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. സർക്കാർ സർവീസിലേക്കും സൈന്യത്തിലേക്കും ആവശ്യമുള്ള വിദ്യാസമ്പന്നരെ സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം. യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ ഒരു ദേശീയ സർവകലാശാല സമ്പ്രദായം ആരംഭിച്ചു. ഈ സംവിധാനത്തിലൂടെ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്ത് നിയന്ത്രിച്ചു. സാമ്പത്തിക പരിഷ്കാരം. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിക്കുകയും ഏകീകൃത കറൻസി സ്ഥാപിക്കുകയും ചെയ്തത് നെപ്പോളിയനാണ്. സൈനിക പരിഷ്കാരങ്ങൾ. സൈന്യത്തെ പല ബറ്റാലിയനുകളാക്കി പുനഃസംഘടിപ്പിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് 1815 നടന്ന വാട്ടർലൂ യുദ്ധമാണ്. 1815 വാട്ടർലൂ യുദ്ധത്തിൽ ബ്രിട്ടൻ നെപ്പോളിയൻ മേൽ അന്തിമ വിജയം നേടി. ഫ്രഞ്ച് സാമ്രാജ്യം. നെപ്പോളിയൻ്റെ അധീനതയിലുണ്ടായിരുന്ന രാഷ്ട്രങ്ങൾ, നെപ്പോളിയനുമായി സഖ്യം ചെയ്ത രാഷ്ട്രങ്ങൾ, നെപ്പോളിയനുമായി ശത്രുതയിലുണ്ടായിരുന്ന രാഷ്ട്രങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. യൂറോപ്പിൻ്റെ ഭൂപടം മാറ്റി വരയ്ക്കപ്പെടുന്നു. നെപ്പോളിയൻ്റെ പരാജയത്തിനു ശേഷം യൂറോപ്പിലെ രാജ്യങ്ങൾ 1815 ഓസ്ട്രേലിയയിലെ വിയന്നയിൽ യോഗം ചേർന്ന് ചില സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ഇത് വിയന്ന സമ്മേളനം എന്നറിയപ്പെട്ടു. ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ഓസ്ട്രിയൻ ചാൻസലറായിരുന്ന മെറ്റോണിച്ച് ആയിരുന്നു. വിയന്ന സമ്മേളനത്തോടു കൂടി യൂറോപ്പിലെ ഫ്രഞ്ച് മേധാവിത്വം അവസാനിച്ചു. വിയന്ന സമ്മേളനത്തിൻ്റെ പ്രധാന തീരുമാനങ്ങൾ. യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പുള്ള രാജഭരണം പുനഃസ്ഥാപിക്കുക. ഫ്രാൻസിൽ ബോർബൻ രാജഭരണം പുനഃസ്ഥാപിക്കുക. ബ്രിട്ടൻ്റെ നാവിക മേധാവിത്വവും റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിലെ ആധിപത്യവും അംഗീകരിക്കുക. മധ്യ യൂറോപ്പിൽ ഓസ്ട്രിയയുടെ മേധാവിത്വം അംഗീകരിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ട്രീ ഓഫ് ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യത്തിൻ്റെ മരം എന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു അലങ്കാര പ്രയോഗമായിരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ മരം എന്നത്. ഫ്രാൻസിൽ ഇത് അക്ഷരാർത്ഥത്തിൽ പ്രായോഗികമായി. ഫ്രഞ്ച് വിപ്ലവകാലത്ത് പൊതുസ്ഥലങ്ങളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയിൽ മോചനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെട്ടു പോന്നിരുന്ന ചുവന്ന ഫ്രീജിയൻ തൊപ്പികൾ തൂക്കുകയും ചെയ്തിരുന്നു. ബ്രിട്ടീഷുകാരും നിരന്തരം സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരുന്ന മൈസൂർ ഭരണാധികാരികളുമായിരുന്നു ടിപ്പു സുൽത്താൻ. തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് അദ്ദേഹം സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടു. സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടതിലൂടെ ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവാശയങ്ങളോട് തൻ്റെ ആഭിമുഖ്യവും ബ്രിട്ടീഷ് വിരോധവും പ്രകടമാക്കി. ആധുനിക ലോക ചരിത്രത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫ്രഞ്ച് വിപ്ലവം. ഫ്രാൻസിലെ സാധാരണക്കാരും മധ്യവർഗവും ചേർന്ന് തങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്കായി നടത്തിയ മുന്നേറ്റമായിരുന്നു ഇത്. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങൾ പിൽക്കാല ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുകയുണ്ടായി. ഒരുപാട് നമുക്കൊക്കെ സ്വാതന്ത്ര്യം നേടുന്നതിലൊക്കെ ഈ ഫ്രഞ്ച് വിപ്ലവത്തിനൊരു പങ്കുണ്ട്. ടിപ്പു സുൽത്താനൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു എവ്രി വൺ. പുതിയൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.